ഗുഡ് മോർണിംഗ്. കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവം 51ന്റെ അതിരുകളില്ലാത്ത യാത്രയുടെ 13ാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സാഹിത്യത്തിന്റെ വിവിധ മേഖലകളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നമ്മുടെ ഭാവനയെ സമ്പന്നമാക്കുവാനും നമ്മുടെ ലോകവീക്ഷണത്തെ വിശാലമാക്കുവാനും ഈ വേദി നമ്മെ സഹായിക്കുന്നു. വൈവിധ്യങ്ങളാണ് ഈ വേദിയെ അവിസ്മരണീയമാക്കുന്നത്. മാനവ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിസ്മയകരമായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് സിനിമ. കലയുടെയും സാഹിത്യത്തിന്റെയും വളർച്ചയിൽ സിനിമയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട്. വിപ്ലവത്തിനും നിർമ്മാണത്തിനും വിജ്ഞാനത്തിനും വിനോദത്തിനുമുള്ള ശക്തമായ ഒരു ആയുധമാണിത്. വൈവിധ്യമാർന്ന ആശയ സംവാദങ്ങളുടെ മായാലോകം സൃഷ്ടിക്കുന്ന ഈ വേദിയിൽ സ്വാഗത പ്രസംഗത്തിനായി പ്രോഗ്രാം കോർഡിനേറ്റർ ലേഖ ടീച്ചറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേരള സർവകലാശാല അധ്യാപന പഠന കലാലയം കുന്നം മാവേലിക്കര സംഘടിപ്പിക്കുന്ന കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവം 51ന്റെ ഇന്നത്തെ പ്രോഗ്രാമിന് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇന്നത്തെ വേദിയിലേക്ക് സാഹിത്യോത്സവത്തിന്റെ ഇന്നത്തെ വേദിയിലേക്ക് നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത് മലയാള സിനിമയുടെ അഭിമാനമായ ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും ഒപ്പം നടനുമായ ശ്രീ ജിയോ ബേബി അവർകളാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു മുഖവരിയുടെ ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതുമാണ്. അതായത് മലയാളി സമൂഹത്തെ ഒരുപോലെ ചിന്തിപ്പിച്ച അല്ലെങ്കിൽ ആസ്വദിപ്പിച്ച നിരവധി സിനിമകൾ അദ്ദേഹം നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടതാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, കാതൽ, കുഞ്ഞുദൈവം തുടങ്ങിയവ. ഇതിലെല്ലാം പരാമർശിച്ചിരിക്കുന്ന പ്രമേയം എന്ന് പറയുന്നത് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പ്രമേയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കോളേജിൽ നമ്മൾ നടത്തിയിരുന്ന ടാക്കീസ് എന്ന ഫിലിം ഫെസ്റ്റിവലിൽ നമ്മൾ കുഞ്ഞുദൈവം എന്ന് പറയുന്ന സിനിമ നമ്മൾ പ്രദർശിപ്പിച്ചിരുന്നു. നമ്മുടെ സ്കൂൾ കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ പ്രദർശിപ്പിച്ചിരുന്നു. അത് എല്ലാവർക്കും സുപരിചിതമാണ്. അപ്പൊ ആ ഒരു ഫിലിം കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ പ്രമേയത്തെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അതിനുശേഷം ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തില് ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രമേയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സിനിമ എടുക്കുകയും നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മികച്ച കലാകാരൻ കൂടിയായ ശ്രീ ജിയോ ബേബി സാറിനെ വളരെ സ്നേഹത്തോടെയും വളരെ ആദരവോടെയും KFLന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി. ടീച്ചറിന്റെ വാക്കുകൾക്ക് നന്ദി. KFL സാഹിത്യോത്സവം 51ന്റെ 13ാം അധ്യായത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥി സിനിമാ മേഖലയിൽ ഏറെ പ്രശസ്തനായ ശ്രീ ജിയോ ബേബി സാറാണ്. മലയാള സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ ജിയോ ബേബി സാർ 2010 ടെലിവിഷൻ സിറ്റ്കോമുകൾക്കായി എഴുതിക്കൊണ്ടാണ് അദ്ദേഹം വിനോദ വ്യവസായത്തിൽ തന്റെ കരിയർ ആരംഭിച്ചത്. ജനപ്രിയ ടെലിവിഷൻ സിറ്റ്കോമുകളായ മഴവിൽ മനോരമയിലെ മറിമായം, ഫ്ലവേഴ്സ് ചാനലിലെ ഉപ്പും മുളകും, മീഡിയ വണ്ണിലെ MIT മൂസ എന്നിവയുടെ പ്രാരംഭ എപ്പിസോഡുകളുടെ തിരക്കഥയിൽ അദ്ദേഹം തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചിരുന്നു. 2016 ഇറങ്ങിയ രണ്ട് പെൺകുട്ടികൾ എന്ന സിനിമയുടെ സംവിധാനത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ 2017 ഇറങ്ങിയ കുഞ്ഞുദൈവം, 2020 കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്, 2021 ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, 2022 ശ്രീധന്യ കാറ്ററിംഗ്, ഫ്രീഡം ഫൈറ്റ്, 2023 കാതൽ ദ കോൾ എന്നിവ സിനിമാ രംഗത്തെ സൃഷ്ടികളാണ്. സമൂഹത്തിൽ വ്യവസ്ഥാപിതമായ സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കെതിരെ സംസാരിക്കുന്ന ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയ്ക്ക് മികച്ച സിനിമയ്ക്കുള്ള 51ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. കൂടാതെ മികച്ച തിരക്കഥാകൃത്തിന് കൂടിയുള്ള അവാർഡ് കരസ്ഥമാക്കുവാനും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. സിനിമാ സംവിധാനത്തിന് ഒപ്പം തിരക്കഥകൾക്കും ഒപ്പം തന്റെ നടനായി സിനിമയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 2015 ഇറങ്ങിയ സിനിമകളിലൂടെയാണ് അദ്ദേഹം തന്റെ മുഖം സിനിമയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ കുഞ്ഞുദൈവം, ഇടയ്ക്കാട് ബറ്റാലിയൻ, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്, ശ്രീധന്യ കാറ്ററിംഗ്, പുരുഷപ്രേതം എന്നിവ അദ്ദേഹം അഭിനയിച്ച സിനിമകളിൽ ചിലതാണ്. സമകാലിക പ്രമേയങ്ങളാൽ പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ സിനിമകളാണ് ജിയോ ബേബി സാറിന്റേത്. നടൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നീ മേഖലകളിൽ പ്രശസ്തനും സമകാലിക വിഷയങ്ങളിൽ തന്നെ സിനിമകളിലൂടെ പ്രേക്ഷകരിൽ എത്തുകയും ചെയ്യുന്ന ജിയോ ബേബി സാറിനെ KFL വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാർ തുടങ്ങാം. ഓക്കെ.
ആ, നമസ്കാരം. ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. നമ്മളിതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ് എന്ന് തോന്നുന്നു അല്ലേ? അതെ സർ. സാർ അങ്ങനെ നടത്തും. ഓക്കെ. അപ്പോൾ ഞാനത് ഒരുപാട് സംസാരിക്കുന്നില്ലെങ്കിലും സിനിമയെക്കുറിച്ച് പെട്ടെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമ ഉണ്ടായിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. എന്ന് വെച്ചാൽ 100-ലധികം വർഷങ്ങളുടെ ഒരു പഴക്കമേ സിനിമയ്ക്കുള്ളൂ. അപ്പോൾ താരതമ്യേന മറ്റ് കലകളൊക്കെ ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരു പുതിയ അല്ലെങ്കിൽ പുതിയ കലാരൂപം, അതുപോലെ ടെക്നോളജി ആവശ്യമുള്ള ഒരു കലാരൂപമാണ് സിനിമ. അപ്പോൾ സിനിമ ഇനിയും ഒട്ടേറെ മാറാനുണ്ട്. സിനിമയ്ക്ക് ഇനിയും മാറ്റം സാധ്യമാണ്. നമ്മൾ ഇതുവരെയും കാണാത്ത തരത്തിലുള്ള പുതിയ തരത്തിലുള്ള പുതിയ സിനിമകൾ, അല്ലെങ്കിൽ ഇതുവരെയും നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത തരം എൻ്റർടൈൻമെൻറ്റിൻ്റെ പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ്സുകൾ ഇനിയും നമുക്ക് ഇതുവരെ അനുഭവവേദ്യമാവാത്തത് സിനിമയിലൂടെ സാധിക്കും. പ്രഗത്ഭരായ ഫിലിം മേക്കേഴ്സ് വന്ന് അത് നമുക്ക് സാധ്യമാക്കി തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു പുതിയ തരം സിനിമ കാണണമെന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു കാത്തിരിപ്പും കൂടെ ഉണ്ട്. ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ എന്ന് പറയുന്ന കലാരൂപം അതിൻ്റെ ആദ്യത്തെ സൃഷ്ടി നടന്നതിന് ശേഷം പ്രഗത്ഭരായ ഒട്ടേറെ വ്യക്തിത്വങ്ങൾ വന്ന സിനിമയെ പല രീതിയിൽ മാറ്റിമറിച്ചിട്ടുണ്ട്. ആ മാറ്റിമറിക്കപ്പെട്ട ശേഷം നമ്മൾ ഇന്ന് വരെ കാണുന്ന സിനിമകളെല്ലാം അതിൻ്റെ പലതരത്തിലുള്ള വകഭേദങ്ങളാണ്. പിന്നീട് സിനിമയ്ക്ക് വല്ലാതെ ഒരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും. അപ്പം അങ്ങനെ ഒരു സാധ്യതയുണ്ട്. സിനിമ ഇനി മാറും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ എനിക്ക് സിനിമയെക്കുറിച്ച് അങ്ങനെ ഒരുപാട് പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കണമെന്നില്ല. നമുക്ക് മാക്സിമം 12 മണി, ഒരു 11:55 വരെ, എനിക്ക് 12 മണിക്ക് ഇതുപോലെ വേറൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ററാക്റ്റീവ് സെഷനിലേക്ക് കടക്കുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. സാഹിത്യോത്സവം 51ന്റെ ഈ അധ്യായം അനശ്വരമാക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ജിയോ ബേബി സാറാണ്. അടുത്തതായി സാറിനോട് സംസാരിക്കുവാനും നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും പങ്കുവയ്ക്കുവാനുമുള്ള സമയമാണ്. ഈ സുവർണ അവസരം സജീവമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. ഹലോ സർ, കേൾക്കാമോ? യെസ്, കേൾക്കാം. സർ, എൻ്റെ പേര് ഹരിപ്രിയ. ഞാൻ കുന്നം കോളേജിലെ തന്നെ വിദ്യാർത്ഥിനിയാണ്. അപ്പം സാറിന്റെ 2 സിനിമകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ ശ്രീധന്യ കാറ്ററിംഗ് എന്നുള്ള സിനിമയ്ക്കകത്തിലാണെങ്കിൽ ഒരു കൂട്ടം ഫ്രണ്ട്സ് ചേർന്നിട്ട് ഒരു പറമ്പിൽ ബിരിയാണി വെക്കുകയും അതിനെ തുടർന്നുള്ള സംഭവങ്ങളൊക്കെയാണ് ആ സിനിമയിലുള്ളത്. എന്നാൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന ഫിലിമിലാണെങ്കിൽ ഒരു സ്ത്രീയെ ഒരു അടുക്കളയിൽ അടച്ച് അങ്ങനെ ആ ഒരു അടിച്ചമർത്തലുകളൊക്കെയാണ് നമുക്ക് അതിനകത്തിൽ കാണാൻ നിൽക്കുന്നത്. അപ്പൊ ഈ 2 സിനിമയിലും പാചകം എന്നുള്ള ഇതൊരു കലയെ തന്നെ, അപ്പൊ അത് 2 വ്യത്യസ്ത തലങ്ങളിലാണ് കാണിക്കുന്നത് അല്ലെ? അപ്പൊ അത് അങ്ങനെ ഭക്ഷണത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചിട്ട് സിനിമയിൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നതിനെ കുറിച്ചിട്ട് സാറിന്റെ അഭിപ്രായം എന്നറിഞ്ഞിക്കൊള്ളു. ചെയ്ത സിനിമകളിൽ അധികം ശ്രദ്ധിക്കപ്പെടാത്ത സിനിമയാണ് ഈ രണ്ടാമത് പ്രതിപാദിച്ച ശ്രീധന്യ കാറ്ററിംഗ് സർവീസ് പറഞ്ഞ സിനിമ. അത് ഒരു കൂട്ടം ആണുങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ആണ് ആ സിനിമയുടെ പ്രധാന വിഷയം. 2 സിനിമയും കുക്കിംഗ് ആയത് ഭയങ്കര അതിൻ്റെ ഒരു രാഷ്ട്രീയം പറയാനോ വേണ്ടിയിട്ടൊന്നും ചെയ്ത സിനിമയല്ല ശ്രീധന്യ കാറ്ററിംഗ് സർവീസ്. എങ്കിലും നമ്മൾ എന്ത് പറഞ്ഞാലും അതിലൊരു പൊളിറ്റിക്സ് ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. പുരുഷന്മാരുടെ ഇത്തരം കൂട്ടായ്മകൾ എങ്ങനെ, ഒരു വീടിനുള്ളിലെ കൂട്ടായ്മകൾ അല്ലെങ്കിൽ അവരോട് ഒത്തുചേർന്നുള്ള പാചകം എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്ന് അതിനെ ജനറലൈസ് ചെയ്ത് പറയുന്ന ഒന്നല്ല. എല്ലാ പുരുഷന്മാരും കൂടി കുക്ക് ചെയ്താൽ ഇങ്ങനെയാണെന്നല്ല. ഒരു നാട്ടിൽ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് കുക്ക് ചെയ്തപ്പോൾ ഉണ്ടായ കുറേ അനുഭവങ്ങളാണ് ശ്രീധന്യ കാറ്ററിംഗ് സർവീസ്. എന്നാൽ നിരന്തരം അടുക്കളയിൽ ജോലി ചെയ്യേണ്ട, മറ്റൊരു സഹായത്തിനോ ഒരു തരത്തിലുള്ള ഒരു സമത്വമില്ലാത്ത നമ്മുടെ വീടുകൾ ഇപ്പോഴും ഒരു തരം സമത്വമില്ലാതെ ആണുങ്ങൾ വേറൊരു തരം ജീവിതവും, സ്ത്രീകൾ ഈ അടുക്കളയും, അവർക്ക് ഒരു ജോലി ഉണ്ടെങ്കിലും അടുക്കളയിലെ ജോലിയും അവരുടെ മാത്രം ഉത്തരവാദിത്വമാകുന്ന ഒരു തരം സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ മനസ്സിലായി വന്നപ്പോൾ ഈ സിനിമകൾ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം ശ്രീധന്യ കാറ്ററിംഗ് സർവീസ് ഏകദേശം അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു ഇവൻ്റാണ്. ഏതാണ്ട് 70% അങ്ങനെ തന്നെയാണ് ആ ഇവൻ്റ്. അപ്പോൾ അതിനെ
ആർട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച ഒരു ആർട്ട് ഫോമിലേക്ക് കൊണ്ടുവന്നതാണ് ശ്രീധന്യ കേറ്ററിംഗ് സർവീസ്. അത് പക്ഷേ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയല്ല. നല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാരധികം കണ്ടിട്ടില്ല. ഭക്ഷണത്തിന്റെ രാഷ്ട്രീയമാണ് രണ്ടിലും ഉള്ളത് എന്നുള്ളത് ഞാൻ പൂർണ്ണമായി സമ്മതിക്കുന്നു. ആ ഒരു പാട്രിയാർക്കി എങ്ങനെയൊക്കെയാണ് നമ്മുടെ സൊസൈറ്റീനെ എങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും സ്റ്റിൽ നമ്മൾ അതിനുള്ളിൽ തന്നെയാണ്. പാട്രിയാർക്കിയാണ് ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ഒരു ശക്തി എന്ന് പറയാതെ തരമില്ല എന്ന് ആണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു സർ. നമസ്കാരം. എൻ്റെ പേര് എനിക്ക് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിനെ പറ്റിയാണ് പറയാൻ. അത് ശരിക്കും പറഞ്ഞാൽ അന്നൊരു വിപ്ലവം സൃഷ്ടിക്കുന്ന സിനിമയായിരുന്നല്ലോ. അതായത് എല്ലാ ഏജ് ഗ്രൂപ്പുകാരെയും ഇതുപോലെ അഫക്ട് ചെയ്തു, അല്ലെങ്കിൽ എന്താണ് അത് പറയാൻ ശ്രമിച്ചത് അത് അതുപോലെ തന്നെ കൺവേ ചെയ്ത സിനിമയാണ്. ഞാൻ ഈ ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് പല ഏജിലുള്ളവർ അതിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞു കേട്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. എന്റെ ഫ്രണ്ട്സ് 2-3 പേര് പറഞ്ഞിട്ടുണ്ട്, അവരത് കരഞ്ഞിട്ടുണ്ട് സിനിമ. കാരണം അത് കല്യാണം കഴിച്ചവരൊന്നുമല്ല, അതിന്റെ കൂടെ പഠിക്കുന്നതൊക്കെ തന്നെയാണ്. പക്ഷെ അവർക്ക് ഭാവിയിൽ ഇങ്ങനെ ഒരു സാഹചര്യം അഭിമുഖീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ പലരും ആദ്യം കടന്നു പോകുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര വിഷമം, അതായത് ഭയങ്കര ഓണ്ടി ഒരു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കുറെ സീൻസ് ഉണ്ട് ഇപ്പോഴും നോക്കുമ്പോൾ. പിന്നെ ബോയ്സിനാണെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു ഗിൽറ്റ് അല്ലെങ്കിൽ സങ്കടം തോന്നുന്ന ഒരു സിനിമയായിരുന്നു. അതും എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു എല്ലാവരും ഞാൻ പറയും കുറച്ച് പേര്, അപ്പൊ ആ ഒരു ഗിൽറ്റ് അവർ ഉണ്ടാക്കിയ ഒരു താങ്ക്സ് പറയാനുണ്ട് സാറിനോട്. അത് എപ്പോഴെങ്കിലും സാറിനോട് സംസാരിക്കാൻ കിട്ടുന്നില്ല പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. പിന്നെ ചോദിക്കാനുള്ള ചോദ്യം എനിക്ക് ആ തുടക്കം താങ്ക്സ് എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങുന്നത്. അപ്പൊ പണ്ട് താങ്ക് കണ്ടാണ് സിനിമകള് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിനൊരു മാറ്റം വേണ്ടതെന്നൊക്കെ പണ്ട് തോന്നുന്നുണ്ട്. ഓരോരുത്തരും വ്യക്തിപരമായ താല്പര്യമാണത്. പക്ഷെ സാർ സയൻസ് എന്ന് തുടങ്ങിയത് കണ്ടപ്പോ തന്നെ പകുതി സിനിമ ഇഷ്ടപ്പെട്ടു. അപ്പോ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെ തന്നെ ചെയ്യാം എന്ന് സാറിന് തോന്നിയത് എപ്പോൾ? നമ്മൾ ഇങ്ങനെ ജീവിച്ച് നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇപ്പൊ എൻ്റെ തന്നെ അതിനു മുന്നേ ഉള്ള ചില സിനിമകളിൽ താങ്ക് ഗോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് താങ്ക്സ് എന്ന് എഴുതുന്നതിലേക്കുള്ള ഒരു മാറ്റമാണ് ഞാനെന്ന മനുഷ്യൻ ഉണ്ടാകുന്ന ഒരു മാറ്റം. അത് വളരെ പ്രോഗ്രസീവായിട്ടും പോസിറ്റീവായിട്ടുമാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം മതങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളെ കുറ്റം പറയാനോ ഒന്നും ഞാനില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്, നമ്മുടെ വായന കൊണ്ട്, യാത്രകൾ കൊണ്ട്, കാണുന്ന സിനിമകൾ കൊണ്ട്, പരിചയപ്പെടുന്ന മനുഷ്യരാൽ നമുക്കൊരു മാറ്റം സംഭവിക്കുന്നു. അത് എൻ്റെ മാത്രം എന്താ പറയുക, ഒരു തോട്ട് പ്രോസസ് അല്ല, എൻ്റെ മാത്രം ഞാൻ ചിന്തിച്ച് മാറിയതല്ല. എനിക്ക് ചുറ്റുമുള്ള എൻ്റെ എൻവയോൺമെൻറ്റും മനുഷ്യരും, ഞാൻ ഈ പറഞ്ഞ പുസ്തകങ്ങൾ, സിനിമയൊക്കെ, സോഷ്യൽ മീഡിയ ഒക്കെ അതിന് കാരണമാണ്. പിന്നെ നമ്മൾ ഒരിക്കലും താങ്ക്സ് എന്ന് എഴുതുമ്പോൾ അതൊരു ചോദ്യമായി മാറുന്നു. ഇപ്പം മോള് ചോദിച്ചതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉത്തരം അത് തന്നെയാണ്. അതിനെ ചോദിക്കേണ്ട കാര്യം പോലും ഇല്ല, അല്ലേ? നമ്മുടെ ചോദ്യമൊക്കെ ഉണ്ടാവേണ്ടത് താങ്ക് ഗോഡ് ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മൾ ചോദിക്കാം എന്താണ്. അപ്പം അവർക്ക് പെട്ടെന്ന് പറയാം അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ശരി, അവരുടെ ആൻസർ അതിൽ കഴിഞ്ഞു. അപ്പൊ താങ്ക്സ് വെക്കുന്നിടത്ത് പ്രത്യേകിച്ച് ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ടെക്നോളജിയും ഇല്ലാതെ സിനിമ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പം നമുക്ക് സയൻസിനോട് കടപ്പെട്ടിരിക്കുന്നു സിനിമ എല്ലാ തരത്തിലും. ഇല്ലാതെ നമുക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം സയൻസ് നോക്കുന്ന ഒരു കോമൺ സെൻസ് ആണ് എനിക്ക് പറയാനുള്ളത്, ഒരു സാധാരണമായ ഒരു കാര്യം. അതിൽ അവർക്ക് ചോദ്യം പോലും ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ ചോദ്യം ചോദിച്ചാൽ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവേണ്ടത് സയൻസ് എന്ന് വെക്കുന്നവർ, അല്ല താങ്ക് ഗോഡ് എന്ന് വെക്കുന്നവരോടാണ് നമുക്ക് ചോദ്യങ്ങൾ ശരിക്കും ചോദിക്കേണ്ടത്. എന്തിനാണ് നിങ്ങൾ വെച്ച്, ദൈവം എങ്ങനെയൊക്കെ നിങ്ങളെ സഹായിച്ചു എന്നൊക്കെ ചോദിക്കണം. സയൻസ് എന്ന് വെക്കുന്നവരുടെ അടുത്ത് ചോദ്യങ്ങളില്ല. ഓക്കെ, വ്യക്തമാണല്ലോ? ചോദ്യം ചോദിച്ചതിനെ കുറ്റപ്പെടുത്തിയല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു ആൻസർ എങ്ങനെയാന്ന് പറഞ്ഞു. താങ്ക് യു. ഹലോ സാർ. പറയൂ, കേൾക്കുന്നുണ്ട്. സാർ നമസ്കാരം. എൻ്റെ പേര് പാർവതി. ഞാൻ കുന്നത്തെ തന്നെ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പൊ എനിക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ സാറിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ തൊട്ടിപ്പം കാതൽ വരെ ആണെങ്കിലും അതിനിടയ്ക്ക് 2 പെൺകുട്ടികളും ഫ്രീഡം ഫൈറ്റും അതൊക്കെ മുന്നോട്ട് വെക്കുന്ന പല സിനിമകളും ആക്ടേഴ്സിലുപരി ആ കോൺസെപ്റ്റ് അല്ലെങ്കിൽ കണ്ടന്റിന്റെ പേരിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടണമെന്നോ അല്ലെ അംഗീകരിക്കപ്പെടണമെന്നോ അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ എന്നുള്ള ആയിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചില ടൂൾസ് ആണ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞത്. എല്ലാ സിനിമയിലും ആക്ടേഴ്സ് ടൂൾസ് ആണ്, ഡയറക്ടറുടെ അല്ലെങ്കിൽ റൈറ്ററുടെ എന്നൊക്കെ.
പക്ഷെ നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള ഇപ്പം നമ്മൾ കാതൽ എന്ന് പറഞ്ഞ സിനിമ കുറെ പേരിലും കണ്ടതായിരിക്കും. കാതൽ നമ്മൾ മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു ആക്ടറിലൂടെ പറയുമ്പോൾ അതിന് കുറെ കൂടെ സ്വീകാര്യതയും അതിന് കുറച്ചുകൂടെ ഒരു ആധികാരികതയും ഉണ്ടാവും. അതേസമയത്ത് ഇതൊരു നിങ്ങൾ ആരും കാണാത്ത അല്ല അധികം ശ്രദ്ധിക്കപ്പെടാത്തൊരു നടൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ആശയം തന്നെ ഇത്രമാത്രം സ്വീകരിക്കപ്പെടണമെന്നില്ല. അതങ്ങനെ ഒരു സിനിമയാണ്, അവരെന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ മമ്മൂക്ക എന്ന് പറയുന്നത് നമുക്ക് അദ്ദേഹത്തെ നടനായും ഒരു മനുഷ്യനും ഒക്കെ ആയിട്ട് എത്രയും വർഷമായിട്ട് നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പം അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ അതൊരു സിനിമയാണെങ്കിൽ പോലും അതിനപ്പുറത്ത് പ്രാധാന്യം നമ്മളൊക്കെ അതിന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് മമ്മൂക്കയാണെങ്കിലും മോഹൻലാലാണെങ്കിലും അവരൊരു സിനിമയുടെ ഭാഗമായി എന്തെങ്കിലും നമുക്കിപ്പം ഇതിനെയൊക്കെ നമുക്ക് കുറച്ചുകൂടെ പുരോഗമനപരമായ ചിന്തകൾ എന്നൊക്കെ വിളിക്കാം. അപ്പം ആ ഒരു ചിന്ത ശരിയാണെന്ന് കുറേ മനുഷ്യരെയും തോന്നിപ്പിക്കാൻ അവരൊക്കെ ഉള്ളത് വലിയ സഹായമാണ്. അവരൊക്കെ നമ്മുടെ കൂടെ കൂടുന്നത് നമ്മുടെ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കുറേയധികം എളുപ്പമാവുന്നുമുണ്ട്. താങ്ക് യു. കേൾക്കത്തില്ല, മൈക്ക് ഓഫ് ആണോ നോക്കൂ. നമസ്കാരം സാർ, എൻ്റെ പേര് അഞ്ജലി എന്നാണ്. ഞാൻ KCT കുന്നത്തെ വിദ്യാർത്ഥിയാണ്. സാർ, എൻ്റെ ചോദ്യം, ഓരോ കാലഘട്ടത്തിലും കലകൾ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സാധാരണ നാടകം, കഥാപ്രസംഗമൊക്കെ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ഇവ കാരണമായിട്ടുണ്ട്. ആധുനിക കാലത്തിലെ ജനപ്രിയ കലയെന്ന നിലയിൽ സിനിമ എങ്ങനെയാണ് സമൂഹത്തെ സ്വാധീനിക്കുന്നത്? സിനിമകൾ ഉറപ്പായിട്ട് സ്വാധീനിക്കപ്പെടും. അത് സിനിമകൾ ആണ്. ഒരു സിനിമ വന്നിട്ട് ആരെയും സ്വാധീനിക്കുകയോ ആരെയും മാറ്റുകയൊന്നും ചെയ്യത്തില്ല. അത് സിനിമകളുടെ ഒരു തുടർച്ച. സിനിമകൾ മാത്രമല്ല, എല്ലാ കലാരൂപങ്ങളും ഇവിടെയും ഇപ്പം നമ്മൾ പുരോഗമനപരമായ ആശയങ്ങളാണ് മിക്കവാറും. ഇപ്പോൾ പണ്ട് നാടകങ്ങളാണെങ്കിലും കല എപ്പോഴും മുമ്പോട്ട് തന്നെ ആയിരിക്കും സഞ്ചരിക്കുക. ഒരിക്കലും പിന്നോക്ക് പോകാൻ സാധ്യതയില്ല. കലയുടെ ഒരു ലക്ഷ്യം അതല്ല. കല എപ്പോഴും മുമ്പിലേക്ക് പുരോഗമനപരമായി എന്താണ് ഫ്യൂച്ചർ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും കലയുടെ ഒരു പോക്ക്. അങ്ങനെ തന്നെ ആയിരിക്കും. മനുഷ്യരാശിക്ക് ഗുണപ്രദമായ എന്താണ് കലയിലൂടെ സംഭവിക്കുക എന്നുള്ളത്. ഇപ്പം എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന സിനിമകളിൽ എല്ലാ കലയുടെയും ഉദ്ദേശം അതാണ്. അപ്പോൾ നമ്മളെ സ്വാധീനിക്കുന്ന സിനിമകൾ നമുക്ക് ഒരു സിനിമയുടെ പേരിട്ട് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ നമ്മളെ മാറി ചിന്തിപ്പിക്കാൻ തക്കവണ്ണം ഒരു കൂട്ടം സിനിമകളായിരിക്കും, അല്ലെങ്കിൽ കുറേ കലാകാരന്മാർ. അത് സിനിമയിൽ പ്രവർത്തിക്കുന്നവർ മാത്രമല്ല, പാട്ട് എഴുതുന്നവർ, നൃത്തം ചെയ്യുന്നവർ, ചിത്രം വരയ്ക്കുന്നവർ, അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലുള്ള എഴുത്തുകാർ, ഇവരെല്ലാം കൂടെ ചേർന്ന് മനുഷ്യരും അതിൻ്റെ ഒരു ഭാഗമാണ്. ഇത് വായിക്കുകയും ചർച്ച ചെയ്യുകയും ഇപ്പം നമ്മൾ ഈ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത് പോലും അതിൻ്റെ ഭാഗം കൂടെയാണ്. നമ്മളിന്ന് ഇവിടെ ഇരുന്ന് പ്രോഗ്രസീവായിട്ടുള്ള ഒന്നും സംസാരിക്കുന്നില്ല, അല്ലേ? നമ്മുടെ ചോദ്യങ്ങളാണെങ്കിലും ഞാൻ സംസാരിക്കുന്നതാണെങ്കിൽ ഈ പരിപാടിയുടെ തന്നെ ഉദ്ദേശവും ഇത് തന്നെയാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ സംസാരിച്ച് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പം അതൊരു കൂട്ടായ ശ്രമമാണ്. ഒറ്റ സിനിമ വന്ന് അങ്ങനെ മാറ്റില്ല. ഇപ്പം നമുക്ക് പറഞ്ഞാൽ ഇപ്പം ഇറങ്ങുന്ന ഏറ്റവും കൊമേഴ്ഷ്യലായിട്ട് സ്വീകരിക്കപ്പെടുന്ന സിനിമകൾ പോലും, ഇപ്പം പ്രേമരമാണെങ്കിലും ആവേശമാണെങ്കിലും അത്തരം സിനിമകൾ പോലും ഈ മാറ്റത്തിൻ്റെ ഭാഗം എവിടെയെങ്കിലുമൊക്കെ ആവുന്നുണ്ട്. അപ്പം നമ്മുടെ റൈറ്റേഴ്സ് ഇപ്പം അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സ് ഇപ്പം എന്താ പറയുക, പണ്ടത്തെ പോലെ സ്ത്രീ വിരുദ്ധമായ അല്ലെങ്കിൽ ജാതി വിരുദ്ധമായ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക തൊഴിൽ വിരുദ്ധമായ കാര്യങ്ങളൊന്നും സിനിമയിൽ പറയൂല അവരാരും. കാരണം നമ്മളെ ഫിലിം മേക്കേഴ്സ്, നമ്മുടെ റൈറ്റേഴ്സ് അത്രമാത്രം വിജിലൻ്റ് ആണ്. നമ്മൾ കാരണം ഒരു മനുഷ്യന് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം അതിനിടയ്ക്ക് ചില പാളിച്ചകളൊക്കെ വരുന്നതായിരിക്കും നമുക്ക് ഇടയ്ക്ക് അപ്പം അത്തരം പാളിച്ചകൾ വരുമ്പോൾ നമ്മളെ ഓഡിയൻസ്, നമ്മളെല്ലാവരും ചേർന്ന് അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. അത് തെറ്റാണ്. ഇപ്പം പല ഫിലിം മേക്കേഴ്സും സോറി പറയാറുണ്ട്, അല്ലെങ്കിൽ നിർമ്മാതാക്കൾ സോറി പറയേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ പ്രേക്ഷക സമൂഹം കൂടി ചേർന്ന്. അപ്പോൾ ഇതെല്ലാവരും കൂടി ചേർന്നിട്ട് നമുക്കൊരു മാറ്റം ഉണ്ടാകും. അതിന് സിനിമ എന്ന് പറയുന്നത് അതെ, ഒരു കുറേ കാലം കഴിഞ്ഞ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കുറേ സിനിമകൾ അല്ലെങ്കിൽ ആർട്ട് ഫോംസ് പലതും, നമ്മൾ നേരത്തെ പറഞ്ഞ നൃത്തവും സംഗീതവും എഴുത്തും പാട്ടും ഒക്കെ നമ്മളെ ചിന്തകളെ മാറ്റുന്നതിൽ ഭാഗമാകുക തന്നെ ചെയ്യും. അപ്പോൾ ഒരു സമയത്ത് ഇപ്പോൾ കുറേ വർഷം മുമ്പ്, ഒരു 20 വർഷം ഒക്കെ മുന്നേ നമ്മളെടുത്താൽ നമ്മളെ വളരെ മോശമായിട്ട് സിനിമകൾ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഒരു സിനിമയില്ല, അത്തരം സിനിമകളുടെ തുടർച്ച എന്ന് പറയുന്നത് നമ്മളെ വേറൊരു തരത്തിൽ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ന തൊഴിൽ ചെയ്യുന്നവർ മോശമാണ്, അല്ലെങ്കിൽ കറുപ്പെന്ന് പറയുന്ന കളർ, അല്ലെങ്കിൽ ജാതീയമായ കാര്യങ്ങളൊക്കെ നമ്മുടെ പൊതുബോധത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും സിനിമയിലൂടെ വന്ന്
പൊതുബോധം ശരിയാണെന്ന് ഊട്ടി ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് തെറ്റായ കാര്യമാണ്. നമ്മൾ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനെ ഇപ്പം നമ്മൾ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു തരം റിവേഴ്സ് കണ്ടീഷനിങ് എന്ന് പറയും. അതിലാണ് നമ്മളിപ്പോൾ നമ്മുടെ സിനിമയും നമ്മുടെ ആർട്ട് ഫോംസ് എല്ലാം അതിലാണ്. ഇപ്പോൾ ഉണ്ടാകുന്ന പാട്ടുകൾ പോലും ഇപ്പോൾ പല ഈ പാട്ടുകൾ ഉണ്ടാക്കുന്ന സിനിമയിലല്ലാതെ പാട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, റാപ്പുകളും അല്ലാതെ, അവരൊക്കെ സമൂഹത്തെ എങ്ങനെ കുറച്ചുകൂടെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് തന്നെയാണ് ആലോചിക്കുകയും അവരുടെ കലയിലൂടെ പുറത്തോട്ട് വരുന്നത്. അത് വളരെ പോസിറ്റീവാണ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. സാർ നമസ്കാരം. എൻ്റെ പേര് അനഘ. ഞാൻ KSCT കുന്നത്തെ വിദ്യാർത്ഥിയാണ്. എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, സാർ സംവിധാനം ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും, അല്ലെങ്കിൽ എല്ലാ സിനിമയിലും എന്ന് പറയാം, ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമ്മുടെ സർവ്വസഹയായി നിൽക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾക്കൊക്കെ ഉപരിയായിട്ട് നമ്മുടെ പൊതുധാരണകളെ എല്ലാം പൊളിച്ചെഴുതുന്ന ടൈപ്പ് സ്ത്രീ കഥാപാത്രങ്ങളെ അങ്ങ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പലപ്പോഴും എനിക്ക് വിഷമം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിനെ സ്ത്രീകൾ തന്നെ പലപ്പോഴും എതിർക്കുന്നത് കാണും. അപ്പം അത് ഏറ്റവും അവരെ അഭിനന്ദിക്കേണ്ടതും മുന്നോട്ട് എല്ലാം കൊണ്ടുവരേണ്ട സ്ത്രീകൾ തന്നെ ഇതിനെയൊക്കെ എതിർക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമം തോന്നിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തെ സാർ എങ്ങനെയാ നോക്കിക്കാണുന്നത്? അല്ല, അത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പം സ്ത്രീകൾ തന്നെ ഇത്തരം ആശയങ്ങളെ, അല്ലെങ്കിൽ നമ്മളിങ്ങനെയല്ല, ഈ ചിന്തകൾ തെറ്റാണെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ പറഞ്ഞു തരാൻ പലരും കാണും. ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ തന്നെ ഉണ്ടാവും ഇത്തരം സിനിമകളൊക്കെ പ്രശ്നമെന്ന് പറയുന്ന മനുഷ്യരുണ്ടാവാൻ സാധ്യതയുണ്ട്, എനിക്കറിയാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടാവും, വീടിൻ്റെ അടുത്തുണ്ടാവും, അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് അവരങ്ങനെ ചിന്തിക്കുന്നു? ഇങ്ങനെ ഒരു മാറ്റം വേണ്ടേ? അല്ലെങ്കിൽ ഈ പണ്ടത്തെ രീതികൾ തന്നെയാണോ നമ്മൾ വീണ്ടും ഫോളോ ചെയ്യേണ്ടത്? അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് ചോദിച്ചാൽ, അതൊക്കെ അവരുടെ ശരികളാണ്. അവരെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. അവർ ശീലിച്ച് പോകുന്ന ചില ശീലങ്ങളിൽ നിന്ന് മാറി നടക്കുന്നവരെ കാണുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഒരു ഭയവും പേടിയും അല്ലെങ്കിൽ അസൂയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എന്താ പറയുക, ഇപ്പം നമ്മുടെ പെൺകുട്ടികൾ പലരും എന്താ പറയുക, ഒരു 6 മണി കഴിഞ്ഞാൽ വീടുകളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ, 6 മണി എന്നൊക്കെ ഏറ്റവും ഡെഡ് ലൈനാണ്. അത് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ അതിന് ശേഷം വീട്ടിലേക്ക് കയറി വരുന്നതോ ഒക്കെ ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഇപ്പോഴും ചിന്തിക്കാൻ പറ്റാത്ത വീടുകളുണ്ട്. എങ്കിലും നമ്മുടെ പെൺപിള്ളേർ, നമ്മൾ ഈ പറഞ്ഞതുപോലെ കല കൊണ്ടും വായന കൊണ്ടും മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള തോട്ട് പ്രോസസ്സ് കൊണ്ടൊക്കെ അവരൊക്കെ ഒരുപാട് മാറി. അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുക, എതിർക്കുക, തങ്ങളുടെ വിവാഹം നീട്ടിവെക്കുക, ഇതൊക്കെ പെൺകുട്ടികൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പം വലിയൊരു തരം സമരം ആണ് സ്വന്തം വീട്ടിലും പഠിക്കുന്ന സ്ഥലത്തും ജോലി ചെയ്യുന്ന സ്ഥലത്തും ഒക്കെ നടത്തേണ്ടി വരിക. അപ്പം ഇതിനെ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്ന എന്ന് പറയുന്നത് അവരൊക്കെ ഒരുതരം ഇരകളാണെന്ന് എനിക്ക് തോന്നുന്നത്. വേറൊരു തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇപ്പം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എല്ലാവരും കണ്ടതാണ്. ഇപ്പം അതിലെ ഒരു അമ്മായി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടല്ലോ, ഒരു സുരാജിൻ്റെ അച്ഛൻ്റെ പെങ്ങളെന്ന് പറഞ്ഞു. അവര് സുരാജിനെയും അച്ഛനും ഒക്കെ ചിന്തിക്കുന്ന അതേ ചിന്തയിലാണ് പോകുന്നത്. അവര് ഈ നമ്മൾ പറയുന്ന പാട്രിയാർക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആണ്. അവരെ സപ്പോർട്ട് ചെയ്യാൻ കുറേ മനുഷ്യർ വേണം. ഇതൊക്കെയാണ് ശരികൾ, പെണ്ണുങ്ങൾ ഇങ്ങനെയാണ്, ആണുങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെയുള്ള ഒരു ചിന്ത ഊട്ടി ഉറപ്പിച്ച് അവരുടെ ഹൃദയത്തിലും മനസ്സിലൊക്കെ അങ്ങനെയാണ്. അപ്പം അതിനെ പ്രതിരോധിക്കുക, അതിനെ എതിർക്കുകയോ ചെയ്യുന്ന മനുഷ്യരെ ഭയങ്കരമായിട്ട് അവർക്കത് ഇഷ്ടപ്പെടില്ല. അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അവരങ്ങനെ പറയട്ടെ, പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ പോയേ പറ്റൂ. അപ്പം അതൊന്നും ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യവുമല്ല, അല്ലേ? ഒട്ടും ഈസി അല്ല. നമുക്ക് പേരൻസിനെ എതിർക്കുക, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന ആൾക്കാരെന്തെങ്കിലും റിഗ്രസീവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞ് എതിർക്കുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നിസ്സാരമല്ല. പക്ഷെ നമ്മുടെ ശരികൾക്ക് വേണ്ടി നമ്മൾ വാദിക്കണം, എതിർക്കണം, സമരം ചെയ്യേണ്ടി വരും. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടുതലും പെൺകുട്ടികളാണ് സംസാരിക്കുന്നത്. എല്ലാവരും വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒച്ചയും ബഹളവും വഴക്കൊക്കെ ഉണ്ടാക്കുന്ന മനുഷ്യർ തന്നെ ആവാനാണ് സാധ്യത, അല്ലേ? ഒരു ആൺകുട്ടിക്ക് കിട്ടുന്ന എല്ലാ പ്രിവിലേജും അത്രയും സാധ്യതകൾ പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് വളരെ സത്യമാണ്. അപ്പോൾ അതിന് ഇനിയും ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി ഓരോരുത്തരും സ്വയം സ്വതന്ത്രരാകുന്നതിന് വേണ്ടി പ്രയത്നിക്കുകയും ഒക്കെ വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന ഇത്തരം പിന്തിരിപ്പൻ പരിപാടികളായിട്ട് വരുന്നവരെ മൈൻഡ് ചെയ്യേണ്ട നിങ്ങൾ. അവരെ എതിർക്കൂ, സ്നേഹത്തോടെ. ഒരുപാട് വഴക്കിനൊന്നും പോകണ്ട. ഞാനിങ്ങനെയല്ല എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അത്തരം കമൻറ്റുകളും ഒക്കെ വരും, മൈൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു.
നമസ്കാരം സാർ. എൻ്റെ പേര് ശ്രീകുട്ടി. ഞാൻ KUCT കുന്നത്തെ തന്നെ ഒരു വിദ്യാർത്ഥിയാണ്. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, സാർ ആദ്യമായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ അതിൻ്റെ പേരിൽ നിന്ന് കോളേജിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പിന്നീട് നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ കിട്ടിയ സിനിമകളുടെ ഭാഗമാകുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞങ്ങളുടെ കോളേജിലെ അലൂമിനിയാണ്, അങ്ങനെ അഭിമാനത്തോടെ. അപ്പോൾ അത് പിന്നീട് വന്ന സിനിമകളൊക്കെ അവരോടുള്ളൊരു സ്വീറ്റ് റിവെഞ്ച് ആയിരുന്നു. ഒരിക്കലും സീറ്റ് റിവഞ്ച് ഒന്നും അല്ല. അവർക്ക് ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ധാരണകൾക്ക് നേരെ എതിര് നിൽക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു ചെയ്തത്. ഇപ്പോൾ ഇരുന്ന് ആലോചിക്കുമ്പോൾ ആ ഷോർട്ട് ഫിലിമിന്റെ വിഷയം എന്ന് പറയുന്നത് ഒരു ഹോമോസെക്ഷുവാലിറ്റി തന്നെ. ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 5 മിനിറ്റ് ഷോർട്ട് ഫിലിം എടുത്തതിനാണ് പഠനമൊക്കെ നിന്ന് പോയതും ബിസിനസ്സിലായതൊക്കെ. അത് ഫിലിം പിന്നീട് നമുക്ക് സിനിമ ചെയ്യാൻ എപ്പോഴേലൊക്കെ ഊർജ്ജമായിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. കാരണം നമുക്ക് പ്രൂവ് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ സിനിമ ചെയ്യാതിരുന്നാൽ നമ്മൾ തോറ്റു പോകുന്ന പോലെ ആവുമല്ലോ, അല്ലേ? ഞാൻ ഏറ്റവും ആസ്വദിച്ച് പഠിച്ചൊരു വിഷയം സിനിമ മാത്രമാണ്. ഞാൻ MA സിനിമ ആൻഡ് ടെലിവിഷൻ PG ആണ് ചെയ്തത്. അപ്പം ഡിഗ്രി വരെയുള്ള എൻ്റെ പഠനം എന്ന് പറയുന്നത് 50% എൻ്റെ മാർക്ക്. അതുതന്നെയും വളരെ കഷ്ടപ്പെട്ടാണ്. അതുതന്നെ ഡിഗ്രി ആണെങ്കിൽ BCom ഞാൻ 2 തവണ എഴുതിയിട്ടാണ് എൻ്റെ സപ്ലിമെൻ്ററി എക്സാം ഒക്കെ എഴുതി പാസ്സായി. ഞാൻ സിനിമ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി. എനിക്ക് 90%-ലധികം മാർക്കുണ്ട്. അപ്പോൾ അത്രയും മനോഹരമായ, അത്രയും എൻജോയ് ചെയ്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പഠനം മുടങ്ങിപ്പോയത്. അതും ഞാൻ പഠിക്കുന്ന വിഷയമായ സിനിമ എടുത്തതിന് എൻ്റെ പഠനം മുടങ്ങി. അപ്പോൾ ആ ഡിസ്മിസ് ആയപ്പോൾ എനിക്ക് അതുകൊണ്ട് ഒരു റിവെഞ്ചായിട്ടൊന്നും എടുത്തിട്ടില്ല. പക്ഷേ നമുക്കൊരു ഫിലിം മേക്കർ ആവണം എന്നുള്ള വാശി ഒക്കെ കുറച്ചും കൂടെ തീവ്രത ഉണ്ടാക്കിയിട്ടുണ്ടാവും. എനിക്ക് അവരോട് ഒരു ദേഷ്യമോ ഒന്നുമില്ല. ഇപ്പോൾ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഒന്നുമില്ല. അപ്പോൾ അവരൊക്കെ നമ്മളെ അവരുടെ കോളേജിലേക്കൊക്കെ വിളിച്ചാൽ ഞാൻ പോകും. അങ്ങനെയൊക്കെ ഉള്ളൂ. താങ്ക് യു. സാർ, അടുത്തത് ഇൻബോക്സിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അഞ്ജന, MSM കോളേജ്, കായംകുളം. സിനിമ രാഷ്ട്രീയം പ്രതിഫലിപ്പിക്കാൻ ഉള്ള ഒരു ചാലകമല്ല, മറിച്ച് അത് എന്റർടൈൻമെന്റിന് മാത്രമുള്ളതാണ് എന്ന് തിരക്കഥാകൃത്തായ ദീപു പ്രഭാകർ സാർ ഈ അടുത്തിടെയായി അഭിപ്രായപ്പെട്ടുവല്ലോ. ഇതേപ്പറ്റിയുള്ള സാറിന്റെ കാഴ്ചപ്പാടൊന്ന് പറയാമോ? അത് ശരിയാണ്. സിനിമ അങ്ങനെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനുള്ള ഒരു മാധ്യമമൊന്നുമല്ല. നിങ്ങൾക്ക് രാഷ്ട്രീയവും പ്രചരിപ്പിക്കാം എന്നുള്ളൂ. സിനിമ എന്റർടൈൻമെന്റിന് വേണ്ടിയുള്ളതാണ്. എന്റർടൈൻമെന്റ് ആണ് സിനിമയുടെ പ്രധാന ലക്ഷ്യം. പക്ഷേ നമ്മളിപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കാണുമ്പോഴും അതൊരു തരം എന്റർടൈൻമെന്റ് ആണ്. നമ്മളിലെ വിവിധ തരം ഇമോഷൻസ് ആണ് വർക്കായിക്കൊണ്ടിരിക്കുന്നത്. കാതൽ എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോഴൊക്കെ അത് എന്റർടൈൻമെന്റ്സ് ആസ്വാദിക്കുക എന്നുള്ളതാണല്ലോ. എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ആസ്വാദനത്തെ അത് തൊടുമ്പോൾ, ഏറ്റവും മനോഹരമായി തൊടുമ്പോൾ നമുക്കിതെല്ലാം. ഇപ്പം ആകാശദൂത് എന്ന് പറയുന്ന സിനിമ മെസ്സേജ് പറയുന്ന സിനിമയല്ല. സിനിമ കണ്ടാൽ മിക്കവാറും എല്ലാവർക്കും കരച്ചിൽ വരും. അപ്പോൾ നമ്മളൊരു ഇമോഷനെ ടച്ച് ചെയ്യുകയാണ്. അപ്പോൾ സിനിമയുടെ ഉദ്ദേശം അതൊക്കെ തന്നെ. അപ്പോൾ ആ തിരക്കഥാകൃത്ത് പറഞ്ഞത് വളരെ ശരിയാണ്. അതുകൊണ്ടാണ് എനിക്കും തോന്നുന്നത് സിനിമ എന്റർടൈൻമെന്റ് ആണ്. എല്ലാത്തരം എന്റർടൈൻമെന്റിനുള്ള സ്പേസ് സിനിമയ്ക്ക് ഉണ്ടാവണം. ഇപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് വേറൊരു തരം, അതിനൊരു ആസ്വാദകരുണ്ട്. അതും ആസ്വദിക്കപ്പെടുമ്പോഴാണ് ഇതൊക്കെ സ്വീകരിക്കുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റി, അവരുടെ ഇമോഷനെ ടച്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അത് സ്വീകരിക്കപ്പെടുന്നത്. ഇല്ലെങ്കിൽ വെറുതെ പൊളിറ്റിക്കൽ സിനിമ എന്ന് പറഞ്ഞ് നമുക്ക് തന്നെ മാറ്റി നിർത്താം. അപ്പോൾ ഇതെല്ലാം സിനിമയ്ക്ക് വേണം. എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ആസ്വാദനം. ആ ആസ്വാദനം പല തരത്തിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സർ. ഹലോ സാർ, എൻ്റെ പേര് ശില്പ. ഞാൻ KUCT കുന്നത്ത് വിദ്യാർത്ഥിനിയാണ്. സാർ, എൻ്റെ ചോദ്യം, യഥാർത്ഥ സംഭവങ്ങൾ സിനിമയാക്കുന്നതിൽ മലയാള സിനിമ വിജയിച്ചതിന്റെ സൂചനയാണോ മഞ്ഞുമ്മൽ ബോയ്സ്, കണ്ണൂർ സ്ക്വാഡ്, ആടുജീവിതം തുടങ്ങിയ സിനിമകളുടെ എല്ലാം വിജയം? അങ്ങനെയാണെങ്കിൽ വരും കാലത്തും അത്തരം ചിത്രങ്ങൾ ധാരാളം ഉണ്ടാവുകയില്ലേ? സർഗാത്മകതയുടെയും നല്ല കഥകളുടെയും അഭാവം കൊണ്ടാണോ ഇങ്ങനെ ഒരു പ്രവണത? എന്താണ് സാറിന്റെ അഭിപ്രായം? ഇല്ല, അത് നമുക്കിപ്പോൾ ഒരു നടന്ന സംഭവം സിനിമയാക്കുമ്പോഴും അതിലൊരു റൈറ്ററുടെ, തിരക്കഥാകൃത്തിന്റെ ഇൻവോൾവ്മെന്റും സംവിധായകന്റെ ഇൻവോൾവ്മെന്റും ഒക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ ആ സിനിമകളൊക്കെ നമ്മൾ നേരത്തെ വന്നാലും നമ്മളെ ടച്ച് ചെയ്യത്തുള്ളൂ, നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഒരു ഇമോഷനിൽ. ഇങ്ങനെ നടന്ന സംഭവം അടിസ്ഥാനമാക്കി ഒരു മനുഷ്യർ പോലും കാണാത്ത, നമുക്ക് പോലും അറിയാത്ത ഒട്ടനവധി സിനിമകളുണ്ട്. നടന്ന സംഭവത്തെ ആസ്പദമാക്കി സിനിമ ചെയ്തപ്പോൾ ആ സിനിമകളൊക്കെ നമ്മൾ സ്വീകരിച്ചെങ്കിൽ
ആ സിനിമകൾക്കൊക്കെ മേന്മയുണ്ടായിരുന്നു. ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച എഴുത്തുകാർ, സംവിധായകർ, മറ്റ് ആൾക്കാർ, അവരൊക്കെ അത് നല്ല വൃത്തിയായും ഭംഗിയായും ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും അതിനെക്കുറിച്ചിരുന്ന് സംസാരിക്കുന്നത്. അത് സർഗാത്മകത ഉള്ളൊരു ഇടം തന്നെയാണ്. സർഗാത്മക ഇല്ലെങ്കിൽ ഇതൊന്നും എഴുതി ഫലിപ്പിക്കാനോ അതൊന്നും ചെയ്ത് ഫലിപ്പിക്കാനോ സാധ്യമല്ല. അത് ചിന്താശേഷി ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഇപ്പം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ, ആ ഒരു സംഭവം നടന്നത് പത്രത്തിൽ വാർത്തയായിരുന്നു. അങ്ങനെ ഒരു സംഭവം നടന്നത് അതിൻ്റെ സംവിധായകനായ ചിദംബരത്തിന് മാത്രമല്ല, ഒരുപാട് പേർക്കറിയാം. പക്ഷേ ചിദംബരമാണ് അതിലെ സിനിമയുടെ സ്വാധീനത്തെക്കുറിച്ച് ചിന്തിച്ചത്. കണ്ണൂർ സ്കോഡും അങ്ങനെ തന്നെ. ആടുജീവിതം എത്രയോ മനുഷ്യർ വായിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. അതിൽ സിനിമയുടെ സാധ്യത തോന്നിയത് ബ്ലസ്സിക്കാണ്, അല്ലെങ്കിൽ വേറെ ഒന്ന് രണ്ട് പേരോട് ശ്രമിച്ചിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അതൊരിക്കലും നിസ്സാരമായ കാര്യമല്ല. ക്രിയേറ്റീവ് ആയിട്ടുള്ള പരിമിതികളിൽ നിന്നുണ്ടാകുന്നതല്ല അത് അതിലെ അകത്ത് ഇവരുടെ ക്രിയേറ്റിവിറ്റി തന്നെയാണ് ഉള്ളത്. ഇനി അത്തരം സിനിമകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. താങ്ക് യു. താങ്ക് യു സാർ. നമസ്കാരം സാർ. എൻ്റെ പേര് ജോബ് എന്നാണ്. ഞാൻ KCTയിലെ ഒരു വിദ്യാർത്ഥിയാണ്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, അങ്ങയുടെ സിനിമകളിലെല്ലാം തന്നെ ഈ പാട്രിയാർക്കൽ ബോധ്യത്തെ, അതായത് മതത്തിനുള്ള ഈ പാട്രിയാർക്കൽ ബോധ്യത്തെ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ വിമർശിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ പുറത്ത് നിന്നുകൊണ്ട് വിമർശിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ആ ഒരു സംവിധാനത്തെ വിമർശിക്കുന്നതാണോ കൂടുതൽ ഫലപ്രദമായിട്ട് തോന്നാറുള്ളത്? അത് എങ്ങനെയാണ് സാർ നോക്കുകയാണ്? പുറത്തു നിന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് പുറത്തു നിന്നോ അതോ എങ്ങനെയാ? മതത്തിന് പുറത്തു നിന്നുകൊണ്ട്, സാധാരണ ഒരു പുരോഗമന ഒരു ആശയമായിട്ട് അതിന് പുറത്തു നിന്നുകൊണ്ട് വിമർശിക്കുന്നതാണോ അതോ അതിനകത്ത് എനിക്ക് മനസ്സിലായി. എനിക്ക് അങ്ങനെയാണ് നമുക്ക് പറയണം തോന്നുന്ന ചില രീതികൾ. നമ്മുടെ ഇപ്പോൾ ഒരു ക്രിയേറ്റീവായിട്ട് ഉള്ള ഒരു ജോലി ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാനുള്ള സൗകര്യം, നമുക്ക് ചിന്തിക്കാനുള്ള സൗകര്യം, ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യത്തിൻ്റെ ഒക്കെ അപ്പുറത്ത് കംഫർട്ട്, നമുക്ക് ഇങ്ങനെ പറയാനാണ് അറിയാവുന്നത്, ഇങ്ങനെ പറയുന്നതാണ് കൂടുതൽ വർക്കാവുന്നതെന്നൊക്കെ തോന്നിയിട്ടാണ്. അതിന് നിങ്ങൾ പറഞ്ഞതുപോലെ അതിന് പുറത്തു നിന്ന് ഒട്ടേറെ സാധ്യതകളുണ്ട്. പക്ഷേ നമ്മളിങ്ങനെയൊക്കെയാണ് എത്തിപ്പെടുന്നത്, മനഃപൂർവ്വമല്ല, നമ്മുടെ ചിന്തകൾ അങ്ങനെയൊക്കെയാണ് വരുന്നത്. സാർ, എൻ്റെ പേര് അഞ്ജു എന്നാണ്. ഞാൻ KUCT കുന്നത്തേൻ്റെ ഒരു വിദ്യാർത്ഥിയാണ്. സാർ, സിനിമയായിട്ട് ബന്ധപ്പെടുത്തിയൊന്നുമല്ല, ജനറലായിട്ട് ചോദിക്കുക. സാർ, നമുക്ക് എല്ലാത്തിനും ഉള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതായത് നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാനും, അങ്ങനെ എല്ലാത്തിനും ഉള്ള ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും, അങ്ങനെ എല്ലാത്തിനും ഉള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പൊ ഇപ്പൊ എല്ലാവരുടെയും വിശ്വാസം ഒരേപോലെ ആവണമെന്നില്ല. ഇപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്നവരും കാണും, വിശ്വാസം ഇല്ലാത്തവരും കാണും. അപ്പൊ ഈ അങ്ങനെയുള്ളവർ മറ്റുള്ളവരുടെ വിശ്വാസത്തെ കളിയാക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് പലയിടത്തും ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അതില് സാറിന്റെ അഭിപ്രായം എന്താ? നിങ്ങളുടെ വിശ്വാസം ഒരാൾ കളിയാക്കേണ്ട ആവശ്യമില്ല. അയാൾക്കത് ബുദ്ധിമുട്ടായില്ലെങ്കിൽ അത് കളിയാക്കേണ്ട ആവശ്യം. നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, അത് വേറൊരു മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ കളിയാക്കുകയോ ചോദ്യം ചെയ്യുകയൊക്കെ വന്നേക്കാം. അതിൽ ഒരു മനുഷ്യർക്ക് ബുദ്ധിമുട്ടാവുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു പ്രശ്നവും അതിനില്ല, കളിയാക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എല്ലാവരുടെ കാര്യത്തിന്, ഇപ്പോൾ വിശ്വാസമില്ലാത്തവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. വിശ്വാസമില്ലായ്മ വേറൊരു മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുക തന്നെ വേണം തിരിച്ചു. എനിക്ക് അങ്ങനെ തോന്നുന്നുള്ളൂ. അത് വെച്ച് നിങ്ങൾ വേറൊരാളുടെ ലൈഫിൽ ഇപ്പോൾ ഇടപെടുമ്പോഴേ ഉള്ളൂ പ്രശ്നമുള്ളൂ. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇന്ന് നിനക്ക് മുട്ടായി വാങ്ങിത്തരില്ല, അല്ലെ ഭക്ഷണം തരില്ല, പ്രാർത്ഥിച്ചെങ്കിൽ സിനിമ കാണാൻ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ വിശ്വാസമാണ്, പ്രാർത്ഥിക്കുക എന്നുള്ളത്. മറ്റേ ആളിലോട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ഒരു അമ്മ കുട്ടിയോട് പറയാം പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഫുഡില്ല, ചോറില്ല എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടത് വേണോ വേണ്ട എന്നുള്ളത് കുട്ടിയുടെ കാര്യമാണ്, ഏത് പ്രായത്തിലുള്ള കുട്ടിയാണെങ്കിലും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടി വന്നാൽ അതിനെ ചോദ്യം ചെയ്യുക തന്നെ വേണം. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കണം. വേറൊരു മനുഷ്യനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്ന് നിങ്ങളുടെ വിശ്വാസം കൊണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അങ്ങനെ ഇല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടി വരുമായിരിക്കാം. താങ്ക് യു സാർ. താങ്ക് യു. നമസ്കാരം സാർ. എൻ്റെ പേര് സോജി. KUCT കുന്നത്ത് തന്നെ ഒരു വിദ്യാർത്ഥിനിയാണ്. പലപ്പോഴായി സമൂഹത്തിന്റെ കപട സദാചാര ബോധങ്ങളെ പൊളിച്ചെഴുതുന്നതിൽ കല എക്കാലത്ത് ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് സിനിമ എന്ന മാധ്യമത്തിന് സമൂഹത്തെ അത്തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ട്? സ്വാധീനിക്കാൻ കഴിയും. എനിക്കൊന്ന് ഒരിക്കലും ഇതിന് ഉത്തരം പറഞ്ഞു തോന്നുന്നു.
ഒരു സിനിമ ആയിട്ടൊന്നും അല്ല സ്വാധീനം ഉണ്ടാകുക. സിനിമയും സിനിമയുടെ കാഴ്ചക്കാരും അല്ലെങ്കിൽ കഥ എഴുതുന്നവരും ചിത്രം വരയ്ക്കുന്നവരും സംഗീതം സൃഷ്ടിക്കുന്നവരും സമൂഹവും എല്ലാം കൂടെ ചേർന്നാണ് ആ മാറ്റം ഉണ്ടാകുന്നത്. സിനിമയും അതിലൊരു ഭാഗം തന്നെയാണ്. അത് പ്രത്യേകിച്ച് നമുക്ക് ഒരു സിനിമയുടെ പേരായിട്ട് നമുക്ക് എടുത്ത് പറയാതിരിക്കുക എന്നുള്ളത്. ഒട്ടേറെ സിനിമകൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ അത്തരം ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ തന്നെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ സമീപ സമയത്ത് ഇറങ്ങിയ സിനിമകളൊക്കെ എന്താണ് മുമ്പോട്ട് വെക്കുന്നതെന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ സമീപ സമയത്ത് ഇറങ്ങിയ സിനിമകളൊക്കെ തമാശ ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും മതവിഭാഗത്തെയോ ജോലിയെയോ സ്ത്രീകളെയോ ഒക്കെ അപമാനിക്കുന്നുണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും നമ്മുടെ ഉത്തരം. അല്ലെങ്കിൽ ഉള്ളത് വളരെ കുറവായിരിക്കും. അത് തന്നെ വലിയ കാര്യമാണ്. അപ്പം അങ്ങനെ കുറേയധികം മനുഷ്യർ അല്ലെങ്കിൽ കലാകാരന്മാർ പ്രേക്ഷകരൊക്കെ കൂടെ ചേർന്നാണ് ആ മാറ്റം ഉണ്ടാകുന്നത്. പ്രേക്ഷകർ അതിൻ്റെ അകത്ത് ഭാഗമാകുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ വന്ന് പ്രേക്ഷകർ ചോദ്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ എഴുത്തുകാരും സംവിധായകരും എല്ലാത്തരം കലാകാരന്മാരും തങ്ങളിൽ നിന്ന് അത്തരം തെറ്റുകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കും. അതൊക്കെ ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്. അത് വലിയ കാര്യമാണ്. അതിൽ പ്രേക്ഷകർക്കും കൂടെ അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട്. നമ്മളെല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ്. താങ്ക് യു സർ. സർ, അടുത്തത് ഇൻബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷാലു MSM കോളേജ് കായംകുളം. ഇനി മലയാള സിനിമയിൽ എന്ത് മാറ്റം വരണമെന്നാണ് സാർ ആഗ്രഹിക്കുന്നത്? മലയാള സിനിമയിൽ മാറ്റം എന്ന് പറയുന്നത് ഇപ്പം മലയാള സിനിമയിൽ മാത്രമല്ല, മിക്കവാറും തൊഴിലിടങ്ങളിലൊക്കെ ഉണ്ടാകേണ്ടുന്ന ഒരു സമത്വം കുറച്ചും കൂടെ ഉണ്ടായാൽ കൊള്ളാമെന്നുണ്ട്. അതെല്ലായിടത്തും ഉണ്ട്. ഇപ്പം നിങ്ങളുടെ കോളേജ് എടുത്താൽ നിങ്ങളുടെ അധ്യാപകരുടെ ഒരു എന്താ പറയുക, അവർക്ക് കിട്ടുന്ന സാലറി, അല്ലെങ്കിൽ അവിടെ ക്ലീനിങ് ചെയ്യുന്ന ഒരു സ്റ്റാഫിന് കിട്ടുന്ന സാലറി എന്നുള്ളത് അവരുടെ എലിജിബിലിറ്റിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പോലും സമൂഹം അവരെ കാണുന്ന രീതിക്ക് ഇപ്പോഴും മാറ്റമുണ്ട്. ഒരു അധ്യാപകന് കിട്ടുന്ന റെസ്പെക്റ്റ് ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ നോൺ ടീച്ചിങ് സ്റ്റാഫോ അല്ലെങ്കിൽ ഇത്തരം ജോലി ചെയ്യുന്ന മനുഷ്യർക്ക് കിട്ടുന്നില്ല. അത് എല്ലായിടത്തും മാറണം. സിനിമയിലും അങ്ങനെയുണ്ട്. സിനിമയിൽ പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് വല്ലാത്തൊരു സ്ഥാനം കിട്ടുകയും അതിന് താഴെയിട്ട് വരുന്നവരെ വേറെ രീതി കാണുന്നവരൊക്കെ എല്ലാ തൊഴിലിടങ്ങളിലും ഉള്ള പോലെ സിനിമയിലും ഉണ്ട്. ഇപ്പോൾ ഈ ഭക്ഷണ കാര്യങ്ങൾ ഉൾപ്പെടെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒക്കെ സിനിമ ഒട്ടേറെ മാറിയെങ്കിലും ഇപ്പോഴും ചില ഇടങ്ങളിലും അല്ലെങ്കിൽ അതിലൊക്കെ ചെറിയ ചെറിയ മാറ്റം കൂടെ വന്നാൽ കുറേ കൂടെ സമത്വം ഉണ്ടാവും. അത് സിനിമ മാത്രമല്ല, എല്ലാ തൊഴിലിടങ്ങളിലും ഉണ്ടാവേണ്ടതാണ്. അത് സിനിമയിലും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളൊക്കെ ചെയ്യുന്ന സിനിമയിൽ അതൊക്കെ ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നവർ ശ്രമിക്കാറുമുണ്ട്. സാർ, ഇനി ഇൻബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. പാർവതി SM. സാറിന്റെ സിനിമകളിൽ പൂജ, തേങ്ങയുടയ്ക്കലൊന്നുമില്ല. ഈ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് തോന്നാനുണ്ടായ സാഹചര്യം എന്താണ്? അപ്പോൾ ഈ ഒരു മാറ്റത്തെ സിനിമാ മേഖലയിലുള്ള മറ്റുള്ളവർ അംഗീകരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ടോ? അതായത് നമ്മൾ അതിൻ്റെ ഒരു എന്തുകൊണ്ട് അങ്ങനെയുള്ള കാരണം ഇതിനകത്ത് ശ്രദ്ധിക്കണം എല്ലാവരും. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ ഒരു കാരണം എന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ താങ്ക് കൊടുന്നതിന് മുന്നേ ഞാൻ വെച്ചിട്ടുണ്ട് താങ്ക് സയൻസ് എന്നിലേക്ക് എത്തി. ആ ഒരു മാറ്റമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ. പക്ഷേ നമ്മൾ ഇതിന് മുന്നേ ഒരാൾ ചോദിച്ചല്ലോ, വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം, വേറൊരാളുടെ വിശ്വാസത്തെ നമ്മൾ എന്തിനാണ് എതിർക്കുന്നത് എന്നുള്ളത്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്, പൂജയും തേങ്ങ ഉടയ്ക്കലൊന്നും ഇല്ലാത്തത് ഞാനും കൂടെ, ഞങ്ങൾക്കൊരു കമ്പനിയുണ്ട്, ഞാനും എൻ്റെ സുഹൃത്തുക്കളും ചേർന്ന്. ആ സിനിമാ കമ്പനി നിർമ്മിക്കുന്ന സിനിമകളിൽ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെയുള്ളൂ. ഞാൻ വേറൊരു നിർമ്മാതാവിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ആ നിർമ്മാതാവ് ഒരു വിശ്വാസിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ ബഹുമാനിക്കുകയും അദ്ദേഹത്തിന് പൂജ നടത്തിക്കുകയും തേങ്ങ ഉടക്കണമെങ്കിൽ തേങ്ങ ഉടച്ചോളൂ. ഇതിനൊക്കെ ഒന്നും ഞാൻ എതിരല്ല. നമ്മുടെ മൂലധനം നമ്മൾ നിക്ഷേപിക്കുമ്പോൾ മാത്രം ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ചിന്താഗതിയുടെ ഭാഗമാണ്. ഞാനും കൂടെ നിർമ്മാണ പങ്കാളിയാകുന്ന സിനിമകളിൽ ഇതൊന്നും ഉണ്ടാവില്ല. മറ്റൊരു നിർമ്മാതാവിനെ അടുത്ത് പോയിട്ട് അവരുടെ വിശ്വാസത്തെ എതിർക്കാൻ ഞാൻ എതിർക്കുന്നില്ല. അത് ശരിയല്ലല്ലോ. താങ്ക് യു. സാർ, ഇനി ഇൻബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഓക്കെ സാർ, എൻ്റെ പേര് പാർവതി, KUCT തന്നെ വിദ്യാർത്ഥിനിയാണ്. അപ്പൊ ഞാൻ സാറിന്റെ കുറെ കൊട്ടിപ്പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അപ്പൊ സാറിന്റെ ഒരു പാട്ട് കേൾക്കാൻ വലിയ ആഗ്രഹമുണ്ട്. ഞാൻ അങ്ങനെ എന്താ പറയുക, അതൊക്കെ ഏറ്റവും കംഫർട്ടായിട്ട് ഇരിക്കുമ്പോഴൊക്കെ ആണ് പാട്ടൊക്കെ പാടുക.
ഇപ്പോൾ അങ്ങനെ പാട്ട് പാടാൻ ചോദിച്ചാൽ, അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ ശരിക്കും ഭയങ്കര പാടാണ് പാട്ടങ്ങനെ വരാനും ഒക്കെ. കൊട്ടിപ്പാടുക എന്നുള്ളത് എൻ്റെ കുഞ്ഞിലേ മുതലുള്ളൊരു ശീലമാണ്. അങ്ങനെയാണ് പാട്ട് പാടാൻ അറിയാവുന്നത്. ഇപ്പോൾ ഞാൻ പാട്ട് പാടാതിരുന്നോട്ടെ? കുഴപ്പമുണ്ടോ? പ്രശ്നമുണ്ടോ? ചോദിച്ചല്ലേ ഉള്ളു. എങ്ങനെ? ഞാൻ കേട്ടില്ല പറഞ്ഞത്. സാർ ഹലോ. ചോദിച്ചല്ലേ ഉള്ളു, ഒരു പാട്ട് പാടുമോന്ന്. കുഴപ്പമില്ല ആ സാർ. ആ ആ ആ ഒന്നാമത് ഇവിടെ എല്ലാവേ, ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലത്ത് അപ്പുറത്തൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളെ കിടന്ന് ഒച്ചമ്പകളൊക്കെ ഉണ്ടാകും. നമുക്ക് കേൾക്കാമെന്ന് അറിയത്തില്ല. ഒരു മൊത്തത്തിലൊരു വളരെ നല്ലൊരു അന്തരീക്ഷത്തിലല്ല ഞാൻ ഇരിക്കുന്നത് പോലും. ഓക്കെ സാർ. പാട്ട് പാടാത്തത് ഒരു ജാടയുടെ ഭാഗമാണെന്നൊന്നും വിചാരിക്കില്ല എന്ന് ഞാൻ കരുതുന്നു. ഇല്ല സാർ, അങ്ങനൊന്നും വിചാരിക്കില്ല. താങ്ക് യു, താങ്ക് യു. സാറിന്റെ സമയപരിമിതി മൂലം ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പം അടുത്തതായി കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് രശ്മി ടീച്ചറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം സാർ. നമസ്കാരം, നമസ്കാരം. സാധാരണ എപ്പോഴും സ്വാഗതമാണ് പറയാൻ പോകുന്നത്. എനിക്ക് ഇന്ന് ഒരു മീറ്റിംഗിലായിപ്പോയി, അതുകൊണ്ട് ആദ്യം ജോയിൻ ചെയ്തില്ലെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് സാറിന്റെ മുഴുവൻ സെഷനും പങ്കെടുത്തു. വളരെ സന്തോഷം. ഏറ്റവും മികച്ച ഒരു സെഷൻ ഞങ്ങളുടെ കുട്ടികൾക്ക് സമ്മാനിച്ചതിൽ അഭിമാനവും സന്തോഷവും അതിന്റെ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഈ പേര് കേട്ടപ്പോൾ തന്നെ ഓർത്തത്, സിനിമകളൊക്കെ അറിയാം, എല്ലാ സിനിമകളും അതായിരുന്നു ഒരു പ്രത്യേകത. താങ്കളുടെ സിനിമകളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ അതിൽ നമ്മൾ ഒരു ക്രിറ്റിസിസം ഒക്കെ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടെ സ്റ്റഡി നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ കുട്ടികൾ തന്നെ കോളേജിൽ ടാക്കീസ് എന്നും പറഞ്ഞ കുന്നം ഫിലിം ഫെസ്റ്റിവൽ നടത്തിയിരുന്നു. അന്ന് നമുക്ക് കുഞ്ഞു ദൈവം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ നിരൂപണവും ഡിസ്കഷനൊക്കെ അന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവർക്ക് അതിനൊരു അവസരം കൊടുത്തു. നമ്മുടെ ഗ്രാമപ്രദേശത്തുള്ള ചെറിയ സ്കൂളുകളിലെ കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് എന്നാണ്. ഇത് അധ്യാപക വിദ്യാർത്ഥികളാണ് ഇവിടെ ഇരിക്കുന്ന, ഭാവിയിൽ അധ്യാപകരാകാൻ പോകുന്നവരാണ്. ഇപ്പൊ നമ്മുടെ സിലബസിൽ തന്നെ തിരക്കഥയൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ നല്ലൊരു സിനിമ പോലെ തന്നെ ആയിരിക്കണം. അതിനകത്ത് എല്ലാ ചേരുവകളും ഉണ്ടായിരിക്കണം. നന്നായിട്ട് കാണുന്നതൊക്കെ ഒരു പെർഫോമൻസ് എന്നാ പറയുന്നത്. ഇപ്പൊ ടീച്ചിങ് ഒരു പെർഫോമിംഗ് ആർട്സ് ആയിട്ട് തന്നെയാണ്. അപ്പൊ അതെല്ലാം കുറച്ചും കൂടെ ബെറ്റർ ആക്കാനാണ് തിരക്കഥയൊക്കെ കുട്ടികൾക്ക് ഇപ്പൊ പഠിക്കാൻ കൊടുത്തിരിക്കുന്നത്. സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയാണ്. പണ്ട് ലെസൺ പ്ലാനിന് പകരം ഇപ്പൊ സ്ക്രിപ്റ്റ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ ഓരോ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ചിന്തകളും ഒക്കെ കുട്ടികളെ സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ഏപ്രിൽ മെയ് കാലയളവിൽ വെക്കേഷൻ ആയിരുന്നു. ആ സമയത്ത് കുട്ടികൾക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് അവരുടെ സർഗാത്മകത വളരുന്ന രീതി നമുക്ക് വേഗത്തിൽ കോളേജുകളിൽ കൊണ്ടുവന്ന് നമുക്ക് ക്ലാസ് നടത്താൻ പറ്റാത്ത ഏറ്റവും എല്ലാ ഫീൽഡിലെയും പ്രഗത്ഭരെ ഓൺലൈൻ മുഖേനയൊക്കെ എത്തിക്കാൻ സാധിച്ചു. അതിൽ ഏറ്റവും ബെസ്റ്റ് ഒരാൾ ആണ്. വളരെ വ്യത്യസ്തമായ ചിന്തകളും. കാരണം കാതിലൊക്കെ കണ്ടപ്പോൾ ഓർത്തു, എങ്ങനെ എത്ര കയ്യൊതുക്കത്തോടു കൂടി എന്നാൽ അവസാനം വരെ നമ്മളെ കൊണ്ടുപോയി എങ്ങനെ ഒതുക്കി അത് എത്തിക്കാൻ പറ്റിയെന്ന്. പിന്നെ ആ സിനിമ കണ്ടതിന് ശേഷം പ്രൊഫൈൽ എടുത്തൊന്ന് വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത്, കോളേജിൽ വെച്ച് തന്നെ ഇങ്ങനത്തെ സിനിമ അന്ന് ഡോക്യുമെന്റ് ഇപ്പോഴത് പറഞ്ഞു 5 മിനിറ്റത്തെ പരിപാടിയായിരുന്നു, ഷോർട്ട് ഫിലിം ആയിരുന്നു അന്ന് ചെയ്തത്. അപ്പൊ അന്നേ നമ്മൾ ക്രിയേറ്റീവ് ആണ്. നമുക്ക് എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന സമൂഹത്തിനോട് അത് പറയണം എന്നുള്ള താല്പര്യമുള്ള ആളാണ്. അത് വളരെ വൃത്തിയായിട്ട്. അതുപോലെ രണ്ടാമതാണ് നമ്മൾ അന്നത്തെ കാസ്റ്റിംഗ്. മമ്മൂട്ടി വന്നതിന് ചെയ്തത് കൊണ്ടാണ് കൂടുതൽ അകത്ത് അത് എങ്ങനെ പ്രസന്റ് ചെയ്തു. മമ്മൂട്ടി ജ്യോതിക, അത് തന്നെ ഭയങ്കര ഒരു കോമ്പിനേഷൻ. ഞാൻ അപ്പോഴൊക്കെ ഓർത്ത ഇങ്ങനെ കാസ്റ്റിംഗ് സിനിമയായിട്ട് എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതൊക്കെ ഗംഭീരമായിരുന്നു. പിന്നെ ഇന്ന് ഇത്രയും തിരക്കിനിടയിൽ നമ്മുടെ കുട്ടികൾക്ക് അവര് ചോദിച്ച ചോദ്യങ്ങളൊക്കെ വലിയ എന്താ ഉദ്ദേശിച്ച അത് തലത്തിലൊക്കെ വന്നിട്ടുണ്ടോ എന്നറിയില്ല. എന്നാൽ പോലും അതിനോടെല്ലാം വളരെ സൗഹാർദ്ദപരമായും വളരെ സർഗാത്മകമായിട്ടും അവരോട് പ്രതികരിച്ചു. വളരെ സന്തോഷം. ഇവരൊക്കെ ഭാവിയിൽ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുന്നവരാണ്. അപ്പൊ അവിടെയൊക്കെ പോയി
ഇതുപോലെ ഇത്രയും പ്രശസ്തനായ ഒരാൾ ഞങ്ങളുടെ കോളേജിൽ വന്ന് ഞങ്ങളോട് സംസാരിച്ചു എന്ന് പറയുന്നതിൽ ഒരു അഭിമാനവും സന്തോഷവും ഉണ്ട്. എനിക്ക് എത്തിച്ചേർന്ന് ഞങ്ങളുടെ എനിക്കും അതിന് ക്രെഡിറ്റ് ഉണ്ട്. അത് വളരെ സന്തോഷം, വളരെ നന്ദി, സ്നേഹം, ഒത്തിരി ഒത്തിരി സ്നേഹം. കുട്ടികൾ ഭയങ്കര ക്രിയേറ്റീവാണ്. അവരും ഭാവിയിൽ ഇതുപോലൊക്കെ ആയിത്തീരട്ടെ എന്ന് വിശ്വസിക്കുന്നു. അതിനൊക്കെ ഇതുപോലുള്ള ക്ലാസ്സുകൾ അവരെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്കൾക്ക് ഇനിയും മികച്ച ചിത്രങ്ങൾ ചെയ്യാനും നല്ല തിരക്കഥകൾ എഴുതാനും. ഇപ്പൊ തിരക്കഥയ്ക്കാണ് ഇപ്പൊ എപ്പോഴും ഒരു ഷോർട്ടേജ് കാണുന്ന. തിരക്കഥയുടെ കാമ്പ് കുറയുന്നതാണ് സിനിമയ്ക്കൊക്കെ കുറച്ച് ലാഗിങ് വരും. പുതിയ സിനിമയൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ ജനറേഷന് പിടിക്കുന്നില്ലെന്ന് നമ്മുടെ മക്കൾ പറയാറുണ്ട്. അപ്പൊ അത് ഒക്കെ മാറി മികച്ച തിരക്കഥാകൃത്ത് നമ്മുടെ മലയാള സിനിമയ്ക്ക് സംഭാവനയായിട്ട് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ധാരാളം നല്ല സിനിമകൾ സംവിധാനം ചെയ്യാനുള്ള അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി ഒത്തിരി സ്നേഹം, നന്ദി. താങ്ക് യു.